വിശദമായ വാർത്തയിലേക്ക്. ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-9 വിക്ഷേപണം പരാജയം. ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് പരാജയത്തിലേക്ക് നയിച്ചത്. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്നും ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. 2, 1, 0. Plus 5 seconds. Lift off normal. Auto tracking. PT tracking. PSLV C61 का सफलतापूर्ण उत्थापन पतन प्रमोचन मंच से अपने उद्दिष्ट कक्षा की ओर अपना सफर जारी कर चुका है. Performance normal. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ഡിസ്റ്റോർജ് വരുന്നു. ആന്റണി, EOS-9 വിക്ഷേപണം പരാജയമായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് രാജ്യത്തെ ISROയെ സംബന്ധിച്ച ഒരു നിരാശയുടെ ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപഗ്രഹം തന്നെയാണ് EOS-9 എന്ന് പറയുന്ന ISROയുടെ ഏറ്റവും പുതിയ ഉപഗ്രഹം എന്ന് പറയുന്നത് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഏതായാലും ഇന്ന് പുലർച്ചെ 5:59 കൃത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C61 റോക്കറ്റിൽ EOS-9 വിക്ഷേപിച്ചത്. ആദ്യ 2 ഘട്ടങ്ങളിൽ ഈ വിക്ഷേപണത്തിന് ഈ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ള ആ വിക്ഷേപണ ദൗത്യത്തിൻ്റെ ആദ്യ 2 ഘട്ടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാമത്തെ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായ ചില സാങ്കേതിക തകരാറുകൾ സംഭവിക്കുകയായിരുന്നു. അങ്ങനെ ആ ദൗത്യം അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇനി കൂടുതൽ അതെന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്ന് ISRO ചെയർമാൻ V നാരായണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഇനി അത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച ശേഷം മടങ്ങി വരുമെന്നുള്ളതാണ് അദ്ദേഹം ഈ ദൗത്യത്തിന് ശേഷം പറഞ്ഞത്. ഏതായാലും എന്താണ് കൃത്യമായി സംഭവിച്ചത്, എന്താണ് മൂന്നാം ഘട്ടത്തിൽ സംഭവിച്ചതെന്നുള്ളതാണ് അറിയേണ്ടത്. ഏതായാലും ഈ ഭ്രമണപഥത്തിലേക്ക് ഒരു ഉപഗ്രഹത്തെ എത്തിക്കുന്നതിന് മുന്നോടിയായി പല ഘട്ടങ്ങളാണ് നടക്കുക. ആ ഘട്ടങ്ങളിൽ മൂന്നാമത്തെ ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായൊരു പ്രശ്നമുണ്ടായത്. നേരത്തെ 18 മിനിറ്റിനുള്ളിൽ ഈ 5:59 ഉപഗ്രഹം വിക്ഷേപിച്ച 18 മിനിറ്റിനുള്ളിൽ ഈ ഉപഗ്രഹം ഭ്രമണപഥത്തിൽ എത്തുമെന്നുള്ളതായിരുന്നു ISROയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ രണ്ടാം ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അപ്രതീക്ഷിതമായൊരു പ്രശ്നം ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഉണ്ടായത്. ദൗർഭാഗ്യവശാൽ ആ ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ഉപഗ്രഹം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അതിർത്തി രാജ്യം ഭീകരാക്രമണമൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ അതിർത്തിയിൽ 24 മണിക്കൂറും നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഒരു ഉപഗ്രഹം കൂടിയാണ് ഈ EOS-9 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുരന്ത നിവാരണം, കൃഷി, വനം, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം, അതുപോലെ നമുക്ക് ഈ ISRO ചെയർമാന്റെ വാക്കുകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം മടങ്ങിയെത്താം. The PSLV is a 4-stage vehicle. Up to the second stage, the performance was quite normal. Third stage motor started perfectly. But during the functioning of the third stage, we are seeing a observation and the mission could not be accomplished. After analysis, we shall come back. ആന്റണി, രണ്ടാം ഘട്ടം വരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാം ഘട്ടത്തിലാണ് ദൗത്യത്തിൽ ലക്ഷ്യം കാണാൻ സാധിച്ചില്ല എന്ന് ISRO ചെയർമാൻ പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും ഇന്ത്യയുടെ ഏറ്റവും അഭിമാനമായ വിക്ഷേപണ വാഹനമാണ് PSLV C61 എന്ന് പറയുന്നത്. PSLV റോക്കറ്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപണ വാഹനമാണ് PSLV C61. PSLVയുടെ 63ാമത്തെ വിക്ഷേപണമാണ് ഇന്ന് നടന്നത്. അത്യപൂർവമായി മാത്രമാണ് PSLV വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളത്. അത് 3-4 തവണ മാത്രമാണ് അത്തരത്തിലൊരു പരാജയം PSLVക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളൂ. മറ്റ് ദൗത്യങ്ങളിലെല്ലാം കൃത്യമായി തന്നെ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ PSLV റോക്കറ്റുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഇനി പരിശോധിക്കാനിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിക്ഷേപണത്തിന്റെ ആദ്യ 2 ഘട്ടങ്ങളിലും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ മൂന്നാം ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി
ഉണ്ടായ ഒരു തകരാറ്, സാങ്കേതികമായ ഒരു തകരാറ്, അതാണ് ഈ ദൗത്യം പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം PSLV ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള വിക്ഷേപണ വാഹനമാണ്. ഏറ്റവും ഈ അടുത്ത കാലത്ത് നടന്ന വലിയ ദൗത്യങ്ങളിലെല്ലാം PSLV C61 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഏറ്റവും കരുത്തുള്ള ഒരു വാഹനമാണ് PSLV എന്ന് പറയുന്നത്. അതിൻ്റെ 63ാമത്തെ ദൗത്യമാണ് ഇന്ന് നടന്നത്. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ പരാജയപ്പെടുകയാണ്. ഏറ്റവും അത്യപൂർവമായി ഉണ്ടായ ഒരു പരാജയം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. അടുത്ത കാലത്ത് ISROയുടെ ദൗത്യങ്ങളൊന്നും അങ്ങനെ പരാജയപ്പെട്ടൊരു ചരിത്രമില്ല. ഏതായാലും എന്താണ് ഇതിന് സംഭവിച്ചതെന്നുള്ള കാര്യം ISRO കൃത്യമായി തന്നെ പരിശോധിക്കുമെന്ന് ISRO ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ആ സാങ്കേതിക തകരാറൊക്കെ പരിഹരിച്ച് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് EOS-9 വിക്ഷേപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ISRO വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഒരു റഡാർ ഉപയോഗിച്ച് ഭൗമ നിരീക്ഷണം നടത്തുന്ന ഒരു ഇമേജിംഗ് സാറ്റലൈറ്റ് സംവിധാനമാണ് ഈ EOS-9 ഉണ്ടായിരുന്നത്. 5 വർഷത്തേക്കായിരുന്നു അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇതിന് റീസാറ്റ് B1 എന്നാണ് പേരിട്ടിരുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലത്തെ ഒരു സാഹചര്യം, ഭീകര ആക്രമണമൊക്കെ ഇന്ത്യ വലിയ രീതിയിൽ നേരിട്ടൊരു ഘട്ടം കൂടിയായിരുന്നു കടന്നുപോയത്. അപ്പോൾ അത്തരം ആക്രമണങ്ങളെയൊക്കെ നേരിടാൻ ഈ EOS-9 വിക്ഷേപണത്തിൽ ഉപഗ്രഹം കൊണ്ട് ഇന്ത്യക്ക് സാധിക്കും. 24 മണിക്കൂറും ഇന്ത്യയുടെ അതിർത്തികളിലേക്ക് EOS-9ന്റെ കണ്ണുകൾ ഉണ്ടാകുമായിരുന്നു. ഏതായാലും EOS-9 ഈ ദൗത്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വേഗം കണ്ടെത്തി തന്നെ അത് പരിഹരിച്ച് പൂർവാധികം ശക്തിയോടെ ISRO തിരിച്ച് വരും. ഈ ദൗത്യം വീണ്ടും നടത്തും എന്നുള്ളത് തന്നെയാണ് ISROയും വ്യക്തമാക്കുന്നത്. ശരി. ISROയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-9 വിക്ഷേപണ പരാജയം ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല. ദൗത്യത്തിന്റെ 3ാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് പരാജയത്തിലേക്ക് നയിച്ചത്. ദൗത്യം ലക്ഷ്യം കണ്ടില്ലെന്ന് ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ പറഞ്ഞു. ആന്റണി ജിസ് ജോർജാണ് വിശദാംശങ്ങൾ നൽകിയത്.